പ്രിയപ്പെട്ടവരെ, നമ്മൾ അല്പസമയം ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ധ്യാനിക്കാൻ പോവാണ്. ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് ഈ നന്മ നിറഞ്ഞ മറിയമെന്ന പ്രാർത്ഥന ഇങ്ങനെ ആവർത്തിച്ചു ചെല്ലുന്നത്? ഇങ്ങനെ ചെല്ലുന്നത് കൊണ്ട് വല്ല ഗുണമുണ്ടോ? ന്യായമായ ചോദ്യം. കാരണം കത്തോലിക്ക സഭയിൽ എന്തെല്ലാം ഏതു തരത്തിലൊക്കെയുള്ള പ്രാർത്ഥനകളാണ് ഇപ്പോൾ ഉള്ളതല്ലേ. പണ്ടത്തെ പോലെയല്ല. പണ്ട് നമുക്കധികം പ്രാർത്ഥനകളില്ലായിരുന്നു. എന്നാൽ ഈ കരിസ്മാറ്റിക് ശുശ്രൂഷയുടെയൊക്കെ വരവോടുകൂടിയും നമ്മുടെ ഇഷ്ടംപോലെ ധ്യാനകേന്ദ്രങ്ങളുണ്ട്, ധ്യാന ശുശ്രൂഷകരുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഓരോ ധ്യാനകേന്ദ്രത്തിനും ഓരോ ധ്യാന ശുശ്രൂഷ ശൈലികളുണ്ട്. പ്രത്യേകിച്ച് ധ്യാന ശുശ്രൂഷ നടത്തുന്നവർക്ക് അവരുടേതായിട്ടുള്ള ശൈലികളുണ്ട്. അവരുടെ ശൈലികൾ പല പ്രാർത്ഥനകളായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒട്ടുമുക്കാലും ആളുകൾ ഒരു കാര്യം എനിക്കറിയാം, നിങ്ങൾക്കൊക്കെ നിങ്ങളുടേതായ പ്രാർത്ഥനാ ശൈലികളുണ്ട്, പ്രാർത്ഥനകളുണ്ട് അല്ലേ. ചിലർ എല്ലാ ദിവസവും കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുണ്ട്, 3 മണി സമയത്ത്. തിരുഹൃദയ ജപമാല ആവർത്തിച്ച് ചെല്ലുന്നവരുണ്ട്. വിശ്വാസ പ്രമാണം 33 തവണ ചൊല്ലുന്ന പ്രാർത്ഥിക്കുന്നവരുണ്ട്. വചനം എഴുതി പഠിക്കുന്നവരുണ്ട്. അങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള പ്രാർത്ഥനകളാണ് ഇപ്പോഴുള്ളത് അല്ലേ. ഈ കഴിഞ്ഞ ദിവസം ഒരു കുടുംബം അവർ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം, അച്ഛാ ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അത് വളരെ വ്യത്യസ്തമാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്തു പറ്റി? അപ്പോൾ ഈ കുടുംബത്തിലെ ഒരു മകൻ, അവനാണ് ഇതിൽ അല്പം ഇറിറ്റേറ്റഡ് ആയിരിക്കുന്നത്. അവൻ പറഞ്ഞു, അച്ഛാ വീട്ടിൽ പ്രാർത്ഥന നല്ലതാണ്, പക്ഷേ ഇത് രാവിലെ തുടങ്ങും അച്ഛാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഇന്ന ധ്യാന കേന്ദ്രത്തിൽ നിന്ന് രാവിലെ 5 മണിക്ക് ഒരു ഓൺലൈൻ ശുശ്രൂഷയുണ്ട്, അതൊരു അരമണിക്കൂർ. അത് കഴിയുമ്പോൾ അടുത്ത ധ്യാന കേന്ദ്രത്തിൽ 5:30 മുതലുണ്ട്, അതൊരു അരമണിക്കൂർ. അത് കഴിയുമ്പോൾ വേറെ ഒരു സ്ഥലത്തു നിന്നുള്ള വേറെ ഒരെണ്ണമുണ്ട്, അത് അരമണിക്കൂർ. അങ്ങനെ മുന്നോട്ട് നീങ്ങും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന ആരംഭിക്കും. നല്ലതാണ്, പക്ഷെ അച്ഛാ എന്തെല്ലാം തരത്തിലുള്ള പ്രാർത്ഥനകളാണ്. വൈകുന്നേരം വീട്ടിൽ വന്നാൽ പിന്നെ പറയണ്ട. ഉച്ചയ്ക്ക് 3 മണിക്ക് കരുണക്കൊന്ത ഇന്ന ധ്യാന കേന്ദ്രത്തിൽ നിന്നുണ്ട്, വേറൊരു ധ്യാന കേന്ദ്രത്തിൽ നിന്നുള്ളത് 3 മണിക്ക് തുടങ്ങിയാൽ അവർ 6 മണി വരെയുണ്ട്, 3 മണിക്കൂറാണ്. പിന്നെ രാത്രിയിൽ ആ പ്രാർത്ഥന, ഈ പ്രാർത്ഥന, അങ്ങനെ പ്രാർത്ഥന, ഇങ്ങനെ പ്രാർത്ഥന. അച്ഛാ ഇത് ഏതാണ് ഞങ്ങൾ ഫോളോ ചെയ്യേണ്ടത്? ഇതെന്താ ചെയ്യേണ്ടത്? ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഒരു സാധാരണക്കാരൻ്റെ ഒരു ചിന്തയാണ്. അപ്പം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ആരാണ്? പരിശുദ്ധ അമ്മ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റുണ്ട്. നമ്മൾ ചിന്തിച്ച് നോക്കി, ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ച പ്രാർത്ഥനകളിലെ ആദ്യ പ്രാർത്ഥനകളെന്ന് പറയുന്നത് ഏതാ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ അല്ലേ. നമ്മൾ ഈ പഠിച്ച പ്രാർത്ഥന അത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുവാണ്. അപ്പം ഞാൻ സെമിനാരിയിൽ ചേർന്നു, ഫിലോസഫി പഠിച്ചു, തിയോളജി പഠിച്ചു, പലതരം പ്രാർത്ഥനകൾ പഠിച്ചു, പലതരം ശുശ്രൂഷ ശൈലികൾ പഠിച്ചു. വർഷങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. പക്ഷേ ജീവിതത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന, അടിത്തറയിൽ കിടക്കുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത്, ജീവിതത്തിൽ ഏത് സന്ദർഭത്തിലും പ്രാർത്ഥിക്കുന്നത് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന പ്രാർത്ഥനയാണ്. കാരണം ഇത് അത്രമേൽ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ അതിശക്തമായി ചേർത്ത് കൊളുത്തിപ്പിടിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. അപ്പം നമ്മൾ ഈ സമയത്ത് ധ്യാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ഈ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു എന്ന് തുടങ്ങുന്ന നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം അല്ലേ. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ എന്ന് തുടങ്ങുന്ന അതിൻ്റെ മറുഭാഗം. എന്താണ് ഈ പ്രാർത്ഥന? ഇത് ആര് കണ്ടുപിടിച്ചു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. എന്താണ് ഈ പ്രാർത്ഥന? പ്രിയപ്പെട്ടവരെ, ഈ നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം ഇപ്പം നമ്മൾ പ്രാർത്ഥിച്ചല്ലോ അല്ലേ. ആ പ്രാർത്ഥന എന്നുള്ളത് അത് 2 വചനങ്ങൾ ചേർത്ത് വെച്ചിട്ടുള്ളതാണ്. ഏതാണ് ആ 2 വചനങ്ങൾ? ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 28-ാം തിരുവചനമാണ്. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 28. നമുക്കറിയാം. ആ വചനം ഒന്ന് വായിച്ചാലോ. ദൂതൻ
അവളുടെ അടുത്തു വന്നു പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ദൂതൻ അവളുടെ അടുത്തു വന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ദൂതാണ് നമ്മുടെ പ്രാർത്ഥനയിൽ ആദ്യ ഭാഗം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ആരോട് പറഞ്ഞു? ദൂതൻ. ഏത് ദൂതൻ? ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വന്ന് പറഞ്ഞ ഒരു ഗ്രീറ്റിംഗ് ആണ്, അഭിവാദനമാണ്. അപ്പം നമ്മൾ ജപമാലയിൽ ചൊല്ലുന്ന നന്മ നിറഞ്ഞ മറിയം എന്നുള്ള പ്രാർത്ഥന അത് വെറുതെ ചൊല്ലുന്നതല്ല, മറിച്ച് അത് ദൈവവചനമാണ്. സ്വർഗം ഈ ഭൂമിക്ക് സമ്മാനിച്ച വചനമാണ് നമ്മൾ ഈ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ ചൊല്ലുന്ന വാക്ക്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ കണ്ടുപിടുത്തമല്ല, മറിച്ച് സ്വർഗം വെളിപ്പെടുത്തിയ ദൈവനിവേശിതമായിട്ടുള്ള വചനമാണ് നമ്മൾ ചൊല്ലുന്നത്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. അല്ലേ? സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. ദേ തൊട്ടടുത്ത വചനം ഏതാണെന്നറിയോ? അത് ലൂക്കായുടെ തന്നെ സുവിശേഷം 1-ാം അധ്യായം 42-ാം തിരുവചനമാണ്. വചനം ഇങ്ങനെയാണ്: അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. പ്രിയപ്പെട്ടവരെ, എലിസബത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അപ്പം ഈ രണ്ട് വചനങ്ങളും കൂടെ ചേർത്ത് വെച്ചതാണ് നമ്മുടെ നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥനയുടെ ആരംഭം. എന്ന് പറഞ്ഞാൽ ഇത് വചനം ചേർക്കപ്പെട്ടതാണ്. ഇതാരെങ്കിലും വെറുതെ ഒരു ദിവസം ഇരുന്നപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയൊരു കാര്യമൊന്നുമല്ല. ഈ രണ്ട് വചനങ്ങൾ ചേർത്ത് വെച്ച് നമ്മുടെ കരങ്ങളിലേക്ക് ഇത് ചൊല്ലാനായി നൽകപ്പെട്ടിരിക്കുന്ന സ്വർഗം നൽകിയൊരു സമ്മാനമാണ്. വിശ്വസിക്കുന്നവര് വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, തോമസ് അക്വീനാസ് എന്ന് പറയുന്ന കത്തോലിക്ക സഭയിലെ ശക്തനായ ദൈവശാസ്ത്രജ്ഞൻ, അദ്ദേഹം ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ മാലാഖമാര് ദൈവിക സന്ദേശവുമായിട്ട് വരുന്നവര് അവര് ഒത്തിരി പേർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, ഇല്ലേ? പഴയകാല പ്രവാചകന്മാർ തൊട്ട് പുതിയ നിയമത്തിലൊക്കെ പല സ്ഥലങ്ങളിലും പല മേഖലകളിലും ദൈവദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, പക്ഷേ ഈ ഗബ്രിയേൽ മാലാഹ ഇത്രയും എളിമയോടുകൂടെ, അല്ലേ, ഇത്രയും താഴ്ന്ന ഒരവസ്ഥയിൽ മറ്റൊരു വ്യക്തിയുടെ മുമ്പിലും വന്നിട്ടില്ല. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വന്ന് നിന്ന് വളരെ എളിമയോടുകൂടെ സംസാരിക്കുന്ന ഒരു ശൈലി ഇത് വേറെ ഒരു വ്യക്തിയുടെയും ജീവിതത്തിൽ കാണുന്നില്ലെന്ന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം അത്രമേൽ മാനിച്ച ഒരമ്മയാണ് നമ്മുടെ പരിശുദ്ധ അമ്മ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സ്വർഗം മാനിച്ച അമ്മയെ നീ മാനിക്കാതിരിക്കാമോ? സ്വർഗത്തിന് അത്രമേൽ ബഹുമാനവും സ്നേഹവും ഉണ്ടെങ്കിൽ നിനക്ക് തള്ളിക്കളയാൻ പറ്റുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗം ഇത്രമേൽ ബഹുമാനിച്ച ആദരിച്ച ഒരു വ്യക്തിയെ ബൈബിളിൽ വേറെ കാണാൻ പറ്റുമോ? അത്രയും സ്വർഗത്തിനെ ബഹുമാനിക്കാമെങ്കിൽ പിന്നെ എന്തേ നിനക്ക് ബഹുമാനിച്ചാൽ കുഴപ്പം? നിനക്കൊന്ന് വണങ്ങിയാൽ എന്താ കുഴപ്പം? പരിശുദ്ധ അമ്മയോട് അത്രമേൽ സ്നേഹം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ രണ്ട് വചനങ്ങൾ ചേർത്ത് വെച്ചതാണ് നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥനയുടെ ആരംഭം. അപ്പൊ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, ഈ വചനം ഇങ്ങനെ ചേർത്ത് വെച്ച് പറഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ടോ? അല്ലേ, വചനം ഇങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ടോ? വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ഈ വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നത് വഴി അത്ഭുതകരമായ രോഗശാന്തികൾ സംഭവിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ മുമ്പിൽ ഒരു വചനം നമുക്ക് വായിക്കാം. അത് സങ്കീർത്തന പുസ്തകം 107-ാം അധ്യായം അതിൻ്റെ 20-ാം തിരുവചനമാണ്. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 107 വേഴ്സ് 20. വചനത്തിൽ ഇങ്ങനെയാണ്: അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. കണ്ടോ, വചനം ഒരു വ്യക്തിയെ സൗഖ്യപ്പെടുത്തും. വചനം ഒരു വ്യക്തിയെ സൗഖ്യപ്പെടുത്തും. രോഗശാന്തി മാത്രമല്ല, ഒരു വ്യക്തിയെ വചനം ഇതാ പൈശാചിക സ്വാധീനങ്ങളിൽ നിന്ന് വിടുവിക്കും.
വചനമുണ്ട്. അത് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16-ാം തിരുവചനം. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 8 വേഴ്സ് 16 വചനം പറയുന്നു, സായാഹ്നമായപ്പോൾ അനേകം പിശാചു ബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. കേട്ടോ, വചനം പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ പൈശാചിക പീഡകൾ വിട്ടുപോകുന്നു. അപ്പോൾ വചനം പറഞ്ഞു പ്രാർത്ഥിച്ച രോഗശാന്തി കിട്ടും. വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പൈശാചിക പീഡകളിൽ നിന്ന് വിടുതൽ കിട്ടും. വീണ്ടും പഠിക്കുന്നൊരു കാര്യം, വചനം പറഞ്ഞു പ്രാർത്ഥിച്ചാൽ ഒരു വ്യക്തി ശുദ്ധീകരിക്കപ്പെടും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 15-ാം അധ്യായം അതിൻ്റെ 3-ാം തിരുവചനം. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 15 വേഴ്സ് 3, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്. കണ്ടോ, വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാണ് എന്ന് മാത്രമല്ല, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ശക്തമായ പരിശുദ്ധാത്മ അഭിഷേകം ലഭിക്കും. 4 കാര്യങ്ങൾ, അനേക കാര്യങ്ങളുണ്ടെങ്കിലും പെട്ടെന്ന് നമ്മൾ പഠിച്ചിരിക്കേണ്ട അടിസ്ഥാനപരമായ 4 കാര്യങ്ങൾ. 1, വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ രോഗശാന്തി കിട്ടും. 2, വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പൈശാചിക പീഡകളിൽ നിന്ന് വിടുതൽ കിട്ടും. 3, വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ശുദ്ധീകരിക്കപ്പെടും. 4, വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവിനെ കിട്ടും. അങ്ങനെ ഈ പറഞ്ഞ മേഖലകളെല്ലാം ചേർത്ത് വെച്ചതാണ് നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥനയുടെ ആരംഭം. ഇനി നമ്മൾ രണ്ടാമത് ചൊല്ലുന്നത് എന്താ? പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ, ആമേൻ. ഈ പ്രാർത്ഥന ഇത് സഭ ചേർത്ത് വെച്ച അതിസുന്ദരമായ പ്രാർത്ഥനയാണ്. ഇത് ശക്തമായിട്ടുള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്, അല്ലേ? പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും അങ്ങേ സഹായം ആവശ്യമുള്ള എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കൊക്കെ വേണ്ടിയുള്ള ഒരു സുന്ദരമായ പ്രാർത്ഥനയും കൂടെയാണ്. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ സഭ പഠിപ്പിക്കുകയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കാറുണ്ടോ? ഒന്നൊരുമിച്ച് ചൊല്ലിക്കേ, പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഇപ്പോൾ മാത്രമല്ല, ഞങ്ങളുടെ മരണസമയം ഇങ്ങോട്ട് നോക്കിക്കേ, എപ്പോൾ മരിക്കുമെന്ന് വല്ല പിടിപാടുണ്ടോ? ഒരു പിടുത്തവും ഇല്ല. പണ്ടത്തെ പോലെയൊന്നും അല്ല. മരണം സംഭവിക്കാൻ വേണ്ടി 90 വയസ്സ് വരെ കാത്തിരിക്കൊന്നും വേണ്ട, എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, അല്ലേ? ഈ കഴിഞ്ഞ നാളുകളിലെ ചില മരണങ്ങളൊക്കെ കണ്ടപ്പോൾ പലർക്കും വല്ലാതൊരു ഞടുക്കം, ഭീതിയൊക്കെ വന്നിട്ടുണ്ട്. കാരണം നല്ല ചെറുപ്പക്കാരികൾ, നല്ല ആരോഗ്യമുള്ളവർ, മരണകാരണം ഒന്നും മനസ്സിലാവുന്നില്ല, സൈലൻ്റ് അറ്റാക്കൊക്കെ വരുന്നു. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, മരണം കള്ളനെ പോലെ വരുമെന്നല്ലേ പറഞ്ഞത്. അപ്പം നമ്മൾ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാലുള്ള മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മരണസമയത്ത് പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സാന്നിധ്യ ശക്തി, സ്വർഗം നമുക്ക് പിടിച്ചു നൽകുന്ന കൃപയുണ്ടാവും. കാരണം നമ്മുടെ മരണസമയത്ത് പൈശാചികമായി നരകപീഡകളിലേക്ക് പോവാതെ സ്വർഗീയമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ പരിശുദ്ധ അമ്മ നമ്മുടെ തൊട്ടടുത്ത് നിന്ന് നമുക്ക് ബലം നൽകും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന നമ്മളിത് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇങ്ങനെ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നത്? അതിന് വല്ല ആവശ്യമുണ്ടോ? അല്ലേ, നമ്മൾ ചൊല്ലുന്നത് എന്താണ്? നന്മ നിറഞ്ഞ മറിയം ചൊല്ലി, ഒരെണ്ണം ചൊല്ലി, 2 എണ്ണം ചൊല്ലി. പ്രത്യേകിച്ച് ഇന്നത്തെ ന്യൂജൻ ആളുകളൊക്കെ ചോദിക്കും, ഇങ്ങനെ ആവർത്തിച്ച് ചെല്ലേണ്ട കാര്യമുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതൊരു സെൽഫ് അഫർമേഷനാണ്. ഒരു കാര്യം നീ ആവർത്തിച്ച് ചൊല്ലി നിൻ്റെ ജീവിതത്തിലേക്ക് നീ അത് കൃപയായി സ്വീകരിച്ചിരിക്കുകയാണ്. അത് ആവർത്തിച്ച് ചൊല്ലുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇതിങ്ങനെ കിടക്കും. നിൻ്റെ ജീവിതത്തിൽ നിനക്ക് നൽകുന്ന ഏറ്റവും വലിയ ബലമായിട്ട് മാറും. ജീവിതത്തിൽ നമുക്ക് ശക്തിയും ബലവും നൽകാൻ ഈ പ്രാർത്ഥന നമ്മളെ സഹായിക്കും. ബോധപൂർവം ചൊല്ലി പ്രാർത്ഥിച്ചാൽ നമുക്ക് ബോധമില്ലാത്ത അവസ്ഥയിൽ, നിസ്സഹായരായിരിക്കുന്ന അവസ്ഥയിൽ, കിടപ്പിലാകുമ്പോൾ മരണസമയത്ത് ഈ പ്രാർത്ഥന നമ്മുടെ കൂടെ നിൽക്കുമെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പം എങ്ങനെയാ നന്മ നിറഞ്ഞ മറിയമെന്നുള്ള പ്രാർത്ഥന അത് ചെല്ലുവല്ലേ? ശ്രദ്ധിക്കൂ, പലരും പലതരത്തിലുള്ള വാഗ്വാദങ്ങളും തർക്കങ്ങളും ചർച്ചകളുമായിട്ട് വരും.
അവരൊക്കെ വന്നോട്ടെ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ട ഈ കൊച്ചു പ്രാർത്ഥന, സിമ്പിൾ പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലി നമ്മൾ വലിയ അഭിഷേകം പ്രാപിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജപമാല ചൊല്ലിപ്പുള്ള പ്രാർത്ഥന വഴിയാണ് കുടുംബത്തിൻ്റെ മേൽ, വ്യക്തിപരമായ മേൽ, ദേശത്തിൻ്റെ മേൽ നമ്മൾ അധികാരം സ്ഥാപിക്കുന്നത്. സ്വർഗം നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമായ ഈ ജപമാല പ്രാർത്ഥനയിലൂടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.